ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ അവരുടെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പോഴിതാ അരങ്ങേറാൻ പോകുന്നു. അതും ട്രംപിന്റെ അധ്യക്ഷതയിൽ തന്നെ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് US സാക്ഷ്യം വഹിക്കുമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. 18,000 ഇന്ത്യക്കാരെ ബാധിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട എന്നും അദ്ദേഹം അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതില് 17,940 പേർ ഇന്ത്യക്കാരാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് ട്രംപ് വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്നാലുടൻ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതിക്ക് തുടക്കമിടുമെന്നാണ് പറയുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ പട്ടാളത്തെ ഇറക്കി തൂത്തുവാരി ടെന്റിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ട്രംപ്. പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് നാടുകടത്തുമെന്ന് അധികൃതർ പറയുന്നു. ഇതിനോടകം 15 ലക്ഷം പേരാണ് വിധി കാത്തു നിൽക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ട്രംപ് ചുമതലയേറ്റാൽ ഉടൻ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുമെന്ന് തന്നെയാണ് ഇതിന്റെയൊക്കെ സൂചനകൾ. അതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ട്രംപിന്റെ നയത്തിന് പിന്നാലെ ഇന്ത്യക്കാരും വലിയ ആശങ്കയിലാണ്. കൂട്ട ഒഴിപ്പിച്ചുവിടലിൽ ഇന്ത്യക്കാരെ ഇതെങ്ങനെ ബാധിക്കും എന്നത് വരും ദിവസങ്ങളിൽ അറിയേണ്ടുന്ന വസ്തുതയാണ്. അതേസമയം കഴിഞ്ഞ ഒക്ടോബറിൽ മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ ചാർട്ടേഡ് വിമാനത്തിൽ അമേരിക്ക തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ 2023-2024 സാമ്പത്തിക വർഷം 1100ഓളം പേരെ നാട് കടത്തിയെന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അന്ന് പറഞ്ഞിരുന്നത്. അക്കാലയളവിൽ 145 രാജ്യങ്ങളിൽ നിന്നുള്ള 1.6 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചെന്നും അതിനായി 495 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയെന്നും വ്യക്തമാക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് US സാക്ഷ്യം വഹിക്കുമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം 18,000 ഇന്ത്യക്കാരെ ബാധിക്കും എന്നതുകൊണ്ട് യാതൊരു തർക്കവും വേണ്ട എന്ന് വീണ്ടും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടതിനനുസരിച്ചിട്ടാണ് അതിനകത്ത് 17,940 ഇന്ത്യക്കാരും ഉണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ റിപ്പോർട്ട് ഇന്ത്യയിൽ തന്നെ ദേശീയ മാധ്യമങ്ങൾ സ്ഥാനം പിടിക്കുന്നത്. മടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒഴിപ്പിച്ചു. സിറിയയിൽ നിന്നും 77 ഇന്ത്യക്കാർ നാട്ടിലേക്ക്. ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും. ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തങ്ങളുടെ പൗരന്മാർ എന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICE വ്യക്തമാക്കി. അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാണിച്ച് ICE ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മടങ്ങിയെത്തുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ്. 15ഓളം രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. അതിനിടയിൽ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാർട്ടേഡ് വിമാനത്തിൽ US തിരിച്ചയച്ചതിന് പിന്നാലെയാണ് ശേഷിക്കുന്ന ആളുകളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ തന്നെ അറിവോടെയും സമ്മതത്തോടെയും US-ഉമായി ഇന്ത്യ സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ 1100ഓളം അനധികൃതമായ കുടിയേറ്റക്കാരെ നാടുകടത്താൻ സാധിച്ചത് എന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 7.25 ലക്ഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിലവിലുണ്ട്. മെക്സിക്കോയിലും അതുപോലെ എൽ സാൽവദോറിനും ശേഷം
US നിയമവിരുദ്ധ കുടിയേറ്റ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നാണ് അവരുടെ കണക്കുകൾ. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിനിടയിൽ അതിർത്തി വഴി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 90,000 ഇന്ത്യക്കാർ പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യത്തും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, ഇന്ത്യയിൽ കുടിയേറ്റക്കാരെ കാരണം ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നം, പാശ്ചാത്യ രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ കാരണം, അനധികൃതമായ കുടിയേറ്റം കാരണം അനുഭവിക്കുന്ന പ്രയാസവും പ്രതിസന്ധിയുമെല്ലാം. ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തന്നെ ഏതാണ്ട് 25,000-ത്തിലധികം ആളുകളെ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞ് അഫ്ഗാനിലേക്ക് തിരിച്ചയച്ചു. പിന്നീട് നോക്കുമ്പോൾ 17 ലക്ഷം ആളുകളെയാണ് അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് മുദ്രകുത്തി പാകിസ്ഥാൻ തിരിച്ചയച്ചത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും കുടിയേറ്റം തന്നെയാണ്. അവർക്കും ആ രാജ്യം ഉപേക്ഷിച്ച് പോയേ തീരൂ. ഇപ്പോൾ സിറിയയുടെ കാര്യം എടുത്താൽ അതും തഥൈവ. സുന്നി വിമതർ സിറിയയുടെ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിൽ ആഘോഷത്തിലായിരുന്നു സിറിയ. പക്ഷേ മറ്റൊരിടത്തോ രാജ്യം ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഷിയ വിഭാഗക്കാരും മറ്റ് ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളും. ഇസ്ലാമിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്ന പക്ഷം തങ്ങളുടെ നിലനിൽപ്പ് നിരന്തരം ഭീഷണിയിലാകും എന്ന ഭയമാണ് അവർ പലായനത്തിന് ഒരുങ്ങുന്നതിന് പിന്നിൽ. ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ഉമയാദ് പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിച്ച മുഹമ്മദ് അൽ ബഷീർ ഒരു പുതിയ രാജ്യത്തിന്റെ ഉദയമാണ് പ്രഖ്യാപിച്ചത്. പുതിയ സിറിയ സ്വാതന്ത്ര്യത്തിന്റെയും ദയയുടേതുമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിമത നേതൃത്വമായ HTSന്റെ ഈ ഉറപ്പുകളിൽ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അവസാനിക്കുന്നില്ല. നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നേരിടുന്ന വധഭീഷണികളെ നിസ്സാരമായി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. സുന്നി ഇസ്ലാമിസ്റ്റ് ഭരണം സ്ഥാപിക്കപ്പെടുന്ന പക്ഷം ഷിയാക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും അവകാശങ്ങൾ ഇല്ലാതെയാകും എന്ന തിരിച്ചറിവാണ് അതിന് കാരണം. അതിർത്തി കടന്ന് ലെബനനിലേക്കാണ് പലായനം. 10,000ങ്ങളുടെ ആ ജനക്കൂട്ടത്തിൽ ഭൂരിപക്ഷവും ഷിയ വിഭാഗക്കാരാണ്. ലെബനൻ അതിർത്തി സുരക്ഷാ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് 1,00,000-ലധികം ന്യൂനപക്ഷ വിഭാഗക്കാർ സിറിയയിൽ നിന്ന് ഇതുവരെ ലെബനനിലെത്തിയിട്ടുണ്ട്. 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധകാലത്ത് അസദ് സൈന്യത്തിന്റെ മുൻനിരയിൽ നിന്നവരാണ് ഷിയ വിഭാഗക്കാർ. ന്യൂനപക്ഷമായ അല്ലാവൈറ്റ് വിഭാഗക്കാരനായ ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിലാണ് ഷിയ ഗ്രൂപ്പുകൾ ഒന്നിച്ച് ആഭ്യന്തര യുദ്ധത്തെ അടിച്ചമർത്തിയതും. യുദ്ധാനന്തരം സിറിയയിൽ സുന്നി ഷിയ വിഭാഗീയത രൂപപ്പെടുന്നതും ഇത് വലിയ ഒരു ഘടകമായി മാറി. സിറിയയുടെ ജനസംഖ്യ 10-1 ഷിയാക്കൾ. വിമത മുന്നേറ്റത്തിന് മുമ്പ് ഏകദേശം 23 ദശലക്ഷമായിരുന്നു ഷിയ ജനസംഖ്യ. ന്യൂനപക്ഷങ്ങൾക്കോ അസദ് അനുകൂലികൾക്കോ എതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്ന് HTS പറയുമ്പോഴും ഈ നിലപാടിനെ പരസ്യമായി തള്ളുന്ന കക്ഷികൾ വിമതരിലുമുണ്ട്. നന്ദി.